ജാബിർ റളിയല്ലാഹു അൻഹു ഞെട്ടി. ഒന്നോ രണ്ടോ പേർക്ക് മാത്രം തികയുന്ന ഭക്ഷണം താൻ ഈ വലിയ സമൂഹത്തിന് എങ്ങനെ വീതിച്ചു നൽകാനാണ്? അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ആറ്റൽ നബി പ്രോഗ്രാമിലേക്ക് സ്വാഗതം. പ്രിയമുള്ളവരെ, എങ്ങനെയുണ്ട് നമ്മുടെ തിരുനബി കഥകൾ? എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെന്ന് കരുതട്ടെ. വളരെ കുറഞ്ഞ ഭക്ഷണം കൊണ്ട് ആയിരങ്ങൾക്ക് വിരുന്നൂട്ടിയ ഒരു അത്ഭുത സംഭവമുണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രത്തിൽ. അതൊന്ന് കേട്ടു നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുത്തുനബിയുടെ ഈ പുണ്യമാസത്തിൽ നാം എല്ലാം അവിടുത്തെ അപദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. വിളമ്പിയിട്ടും തീരാത്ത മുത്തുനബിയുടെ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒരു കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കൂട്ടുകാരെ, തിരുനബി ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിരുന്നല്ലോ ഖന്തക്ക് യുദ്ധം. ആഴത്തിൽ കിടങ്ങുകുഴിച്ച് മുത്തുനബിയും സ്വഹാബാക്കളും ശത്രുക്കളെ നേരിട്ട ദിനങ്ങൾ. കഠിനമായ വിശപ്പ് സഹിക്കവയ്യാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയാണ് സ്വഹാബാക്കൾ ത്യാഗം ചെയ്യുന്നത്. പുന്നാര നബി വയറ്റത്ത് 2 കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ടെന്നാണ് ചരിത്രം. മുത്തുനബിയുടെയും സ്വഹാബാക്കളുടെയും കഷ്ടതകൾ കണ്ട് ഹൃദയം പൊട്ടിയ ജാബിർ റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടിലെ ആട്ടിൻകുട്ടിയെ അറുത്ത് കറിവെക്കാൻ തീരുമാനിച്ചു. തുച്ഛമായ ഗോതമ്പ് മാവ് മാത്രമേ അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് റൊട്ടിയും ചുടാം എന്ന് അദ്ദേഹം കരുതി. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ ചാരത്ത് ചെന്ന് ചെവിയിൽ സ്വകാര്യമായി പറഞ്ഞു, നബിയെ, അങ്ങേയും 1-2 സ്വഹാബാക്കളും എൻ്റെ വീട്ടിൽ വരണം. ചെറിയ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. മുത്തുനബി ഭക്ഷണത്തിൻ്റെ അളവ് അന്വേഷിച്ചു. പിന്നെ ഒരു പ്രഖ്യാപനമായിരുന്നു, സ്വഹാബാക്കളെ, നിങ്ങൾക്കായി വീട്ടിൽ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട് ജാബിർ റളിയല്ലാഹു അൻഹു. ജാബിർ റളിയല്ലാഹു അൻഹു ഞെട്ടി. 1-2 പേർക്ക് മാത്രം തികയുന്ന ഭക്ഷണം താൻ ഈ വലിയ സമൂഹത്തിന് എങ്ങനെ വീതിച്ചു നൽകാനാണ്? എവിടെ നിന്നാണ് ഇവർക്കെല്ലാം താൻ ഭക്ഷണം നൽകുക? ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ആകുലത മനസ്സിലാക്കിയ മുത്തുനബി അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലെത്തി മുത്തുനബി തന്നെയാണ് സ്വഹാബത്തിന് ഭക്ഷണം വിളമ്പിയതും. അത്ഭുതം, മഹാത്ഭുതം! എത്ര വിളമ്പിയിട്ടും ആ പാത്രത്തിൽ മാംസം തീർന്നില്ല, റൊട്ടിയും കാലിയായില്ല. ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാതെ വിശന്നൊട്ടിയ വയറുകളുമായി വന്ന സ്വഹാബത്തിന് വയറു നിറയോളം ഭക്ഷണം ലഭിച്ചു. വയറു നിറച്ച് ഭക്ഷണം കഴിച്ചതിലപ്പുറം മുത്തുനബിയുടെ മോചിതത്തിൽ ആശ്ചര്യം പൂണ്ട് അവർ അള്ളാഹുവിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാഹ്. മുത്തുനബിയുടെ വിളമ്പിയിട്ടും തീരാത്ത സ്നേഹത്തിൻ്റെ പാനപാത്രത്തിൽ നിന്ന് ഒരു പങ്ക് നമുക്ക് ലഭിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് അവിടുത്തെ സ്നേഹിച്ചു കൊണ്ടേയിരിക്കാം. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വഹ റസൂലില്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. വാഹിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.